ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ്. ലിവിങ് ഇൻ ഹാർമണി ഈ ഒരു പാഠഭാഗത്തിൻ്റെ ലേറ്റസ്റ്റ് എസ്എസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മാക്സിമം നമ്പർ ഓഫ് ഫുഡ് ചെയിൻസ് ബൈ ഇൻക്ലൂഡിങ് ദ ഓർഗാനിസം ഗിവൺ ബിലോ. ഇവിടെ താഴെ കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ടൊട്ടോയിസ്, ഫിഷ്, അക്വാറ്റിക് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളോടൊരു ഫുഡ് ചെയിൻ ആണ് ഉണ്ടാക്കാൻ പറയുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് ചെയിൻ ഉണ്ടാക്കാം. കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇങ്ങനെ ചെയ്യാം. അക്വാറ്റിക് പ്ലാന്റ്സ്, ജലത്തിലുള്ള പ്ലാന്റ്സിനെ ആര് കഴിക്കുന്നു? ഫിഷ് കഴിക്കുന്നു. ഫിഷിനെ ആരാ കഴിക്കുന്നത്? ഫ്രോഗ്, തവള കഴിക്കുന്നു. ഇനി അക്വാറ്റിക് പ്ലാന്റ്സിനെ തന്നെ ആര് കഴിക്കുന്നു? ഫിഷ് കഴിക്കുന്നുണ്ട്. ഫിഷിനെ ആര് കഴിക്കുന്നുണ്ട്? ക്രാബ്, നമ്മുടെ ഞണ്ട് കഴിക്കുന്നുണ്ട്. ഇത് ചെറിയൊരു ഫുഡ് ചെയിനാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വലുത് നോക്കാം. അക്വാറ്റിക് പ്ലാന്റ്സിനെ ഫിഷ് കഴിക്കുന്നു. ഫിഷിനെ കിങ് ഫിഷർ കഴിക്കുന്നു. കിങ് ഫിഷറിനെ ഈഗിൾ കഴിക്കുന്നു. ഇനി അക്വാറ്റിക് പ്ലാന്റിനെ ഫിഷ് കഴിക്കുന്നു. ഫിഷിനെ വാട്ടർ സ്നേക്ക് കഴിക്കുന്നു. വാട്ടർ സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു. പിന്നെ അക്വാറ്റിക് പ്ലാന്റിനെ ഫിഷ് കഴിക്കുന്നു. ഫിഷിനെ ക്രാബ് കഴിക്കുന്നു. ക്രാബിനെ വാട്ടർ സ്നേക്ക് കഴിക്കുന്നു. വാട്ടർ സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു. ഇതെന്താണ്? റൂബി ടാബുലേറ്റഡ് ദി വേരിയസ് ഫാക്ടേഴ്സ് ഇൻ പോണ്ട് ആസ് ഫോളോസ്. ഒരു പോണ്ടിൽ, ഒരു കുളത്തിൽ ഇതൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ്, ഇതൊക്കെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. എന്താണ് ചോദ്യം? അതിൻ്റെ താഴെ വായിച്ച് നോക്കാം. ആർ ദർ ഓൺലി സ്യൂട്ടബിൾ വൺസ് ഇൻ ദിസ് ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പിലെ എല്ലാതും കറക്റ്റ് ആണോ, സ്യൂട്ടബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി വിച്ച് ആർ ദി അൺസ്യൂട്ടബിൾ വൺസ്? ഏതെങ്കിലും ആ ടേബിളിലെ ഏതെങ്കിലും അൺസ്യൂട്ടബിൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പ്രൊഡ്യൂസേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്? ആൽഗെ വരുന്നുണ്ട്. ആൽഗെ പ്രൊഡ്യൂസറാണ്, നിങ്ങൾക്കറിയാം. വാട്ടർ ലില്ലി പ്രൊഡ്യൂസറാണ്. ലോട്ടസ് പ്രൊഡ്യൂസറാണ്. സ്മോൾ ഫിഷ് പ്രൊഡ്യൂസറാണോ? അല്ല. സ്മോൾ ഫിഷ് ഒരിക്കലും പ്രൊഡ്യൂസറിൽ വരില്ല. അത് ഏതിലാണ്? കൺസ്യൂമറിലാണ് വരിക അല്ലേ. സ്മോൾ ഫിഷ് എന്തിനെയാണ് തിന്നുന്നത്? പ്ലാന്റ്സിനെയാണ് കഴിക്കുന്നത്. അപ്പോൾ സ്മോൾ ഫിഷ് പ്രൊഡ്യൂസർ അല്ല. സ്മോൾ ഫിഷ് ഏത് ടേബിളിലേക്ക് വരണം? അത് കൺസ്യൂമറിലേക്ക് വരണം. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. പിന്നെ കൺസ്യൂമേഴ്സിൽ ഏതൊക്കെയുണ്ട്? വാട്ടർ സ്നേക്ക് ഉണ്ട്, ക്രാബ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, വരാലുണ്ട്. അതൊക്കെ കറക്റ്റാണ്. ഇനി ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ചത്ത ജീവികളുടെയും അതുപോലെ തന്നെ എക്സ്ക്രീറ്റ ഉണ്ടല്ലോ, ഈ വിസർജനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡീകമ്പോസ് ചെയ്ത് അതിനൊക്കെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് അഴുകി പോകുന്നില്ല. അത് ഈ ഡീകമ്പോസിഷൻ നടക്കുന്ന കാരണമാണ് ജീവികളുടെയൊക്കെ മൃതശരീരങ്ങൾ അതുപോലെ തന്നെ ഇലകളൊക്കെ ഡീകമ്പോസ് ആയിട്ട് ഇല്ലാണ്ടായി പോകുന്നത്. നെക്സ്റ്റ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സാൻഡ് ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ കറക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. എന്ത് പറയാം നമുക്ക്? ആദ്യത്തെ ആൻസർ സ്മോൾ ഫിഷ് ഒരു കൺസ്യൂമർ ആണ് അല്ലേ. സ്മോൾ ഫിഷ് ഈസ് എ കൺസ്യൂമർ. ദേ ആർ നോട്ട് പ്രൊഡ്യൂസേഴ്സ് ഓർ ഡീകമ്പോസേഴ്സ് ആസ് ഗിവൺ ഇൻ ദ ടേബിൾ. സ്മോൾ ഫിഷ് ഒരു കൺസ്യൂമർ മാത്രമാണ് അല്ലേ. മറ്റൊന്നിനെ ഭക്ഷിക്കുകയാണ് ഫിഷ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു പ്രൊഡ്യൂസറും അല്ല, അതുപോലെ തന്നെ എന്തുമല്ല, ഡീകമ്പോസറും അല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഫിഷ് ഏതെങ്കിലും ഒരു രീതിയിൽ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ? വിഘടിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ല. അതാകെ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ഇലകളും ചെറിയ ചെറിയ മീനിനൊക്കെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും സ്മോൾ ഫിഷ് ഡീകമ്പോസറിലോ പ്രൊഡ്യൂസറിലോ വരില്ല. പ്രൊഡ്യൂസറിൽ വരുന്നത് എപ്പോഴും പ്ലാന്റ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്തത് ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എക്സ്പ്ലെയിൻ ദി ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഇൻ ദി ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് എല്ലാ ജീവികളും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? ഓൾ ഫാക്ടേഴ്സ് ഇൻ ദി ഇക്കോസിസ്റ്റം ആർ ഇൻ്റർ കണക്റ്റഡ്. എല്ലാ ഫാക്ടേഴ്സും ഒരു ഇക്കോസിസ്റ്റത്തിലുള്ളവർ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു മാനിന് ഭക്ഷണം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു മുയലിന് ഭക്ഷണം കിട്ടില്ല. മുയലില്ലാതായാൽ അല്ലെങ്കിൽ മാനില്ലാതായാൽ ഉണ്ടാവുക? അതിനെ തിന്നുന്ന പുലിക്കും സിംഹത്തിനൊന്നും ഭക്ഷണം കിട്ടാതെയാവും അല്ലേ. അപ്പോൾ ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്ന് മറ്റൊന്നിനോട് ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി ആൽഗെ, വാട്ടർ ലില്ലി, ലോട്ടസ് ആർ പ്രൊഡ്യൂസേഴ്സ്. കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ഫുഡ് അല്ലേ. ആൽഗയും വാട്ടർ ലില്ലിയും ലോട്ടസൊക്കെ ആരാണ്? പ്രൊഡ്യൂസേഴ്സാണ്, ഉൽപ്പാദകരാണ് അല്ലേ.
പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ബാക്കിയുള്ള കൺസ്യൂമേഴ്സൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇനി ഡീകമ്പോസേഴ്സ് എന്താ ചെയ്യുന്നത്? ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ഡെഡ് റിമെയിൻസ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും ചത്ത മൃഗങ്ങളുടെ ഈ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ അല്ല, ഈ ചത്ത മൃഗങ്ങളുടെയൊക്കെ ശരീരം ഇങ്ങനെ അഴുകി പോകുന്നില്ലേ, അതൊക്കെ ഡീകമ്പോസേഴ്സ് ഉള്ളത് കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ ചെടികളുടെ ഇല വീഴുന്നില്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ കാണാതാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതൊക്കെ ഡീകമ്പോസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് ഉള്ളത് കാരണമാണ് ആ ഒരു പ്രവർത്തനം നടക്കുന്നത്. The nutrients formed by decomposition are absorbed by the plants for food and growth. ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അതെന്താണ്? അത് ആ മണ്ണിനും അവിടെയുള്ള ചെടിക്കൊക്കെ വളമാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? വളം ആണ് അപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് ഒക്കെ അത് ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള ആ ന്യൂട്രിയൻസ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് എന്താണ്? ഒരു ന്യൂട്രിയൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഗ്രോത്തിന് സഹായകമാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയേ, നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ പോലെയാണ്, അല്ലേ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, explain how different organisms will be affected if a large mango tree is cut down. വലിയൊരു മാംഗോ ട്രീയെ, ഒരു മാവിനെ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കുക? ഇതാണ് ആൻസർ വരുന്നത്. കട്ടിംഗ് ഡൗൺ എ ലാർജ് മാംഗോ ട്രീ ക്യാൻ എഫക്റ്റ് മെനി ലിവിങ് തിങ്സ്. പല ജീവജാലങ്ങളെയും ഒരു മാവ് വെട്ടിക്കളയുന്നതോടുകൂടി എഫക്റ്റ് ചെയ്യും, അല്ലേ? നിങ്ങളുടെ മുറ്റത്ത് മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മുകളിൽ അണ്ണാനുണ്ടാവും. പല കിളികളും വന്നിട്ട് മാവിലുള്ള മാങ്ങ ഭക്ഷിക്കുന്നുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇത്തിൽക്കണ്ണി പോലെയുള്ള എന്താണ് ചെടികൾ അതിൻ്റെ മുകളിൽ പടർന്ന് പിടിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു മാവ് വെട്ടിക്കളയുന്നതോടുകൂടി ഇവയൊക്കെ അത് ബാധിക്കും, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളൊക്കെ മാവിൻ്റെ മുകളിൽ ഊഞ്ഞാലിട്ട് ആടുന്നുണ്ടാവും, അല്ലേ? നിങ്ങൾ അതിൻ്റെ ഷെയ്ഡിൽ, അതിൻ്റെ നിഴലിൽ നിങ്ങൾ കളിക്കാറുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബേർഡ്സ് ദാറ്റ് ഈറ്റ് മാംഗോസ് വിൽ ലോസ് ദെയർ ഫുഡ്, അല്ലേ? ഇതൊക്കെ ഈ മാവിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന മാങ്ങ ഭക്ഷിക്കുന്ന കിളികൾക്ക് അവയുടെ ഭക്ഷണമില്ലാതാവുന്നു. ഇൻസെക്ട് ദാറ്റ് ലിവ് ഓൺ ദ ട്രീ വിൽ ലോസ് ദെയർ ഹോം. ചെറിയ പ്രാണികളൊക്കെ ആ മരത്തിൻ്റെ മുകളിൽ ജീവിക്കുന്നുണ്ടാവും, അവർക്ക് അവരുടെ വാസസ്ഥലം നഷ്ടമാവുന്നു. എനിമൽസ് ദാറ്റ് റെസ്റ്റ് ഇൻ ദ ട്രീ ഷെയ്ഡ് വിൽ ലോസ് ദെയർ ഷെൽട്ടർ. ആ ഒരു ട്രീയുടെ ഷെയ്ഡിൽ, അല്ലേ, അതിൻ്റെ ആ ഒരു നിഴലിൽ ചെയ്യുന്ന ആനിമൽസൊക്കെ ഉണ്ടാവും, അല്ലേ? പൂച്ചയും അങ്ങനെയുള്ള ആനിമൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്ത് നഷ്ടപ്പെടും? അതിന് ആ ഷെൽട്ടർ നഷ്ടപ്പെടും. ദ സോയിൽ അറൗണ്ട് ദ ട്രീ മേ ഗെറ്റ് വാഷ്ഡ് അവേ വിതൗട്ട് ദ ട്രീസ് റൂട്ട്സ് ടു ഹോൾഡ് ഇറ്റ്. അതിൻ്റെ ചുറ്റുമുള്ള മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് ആ ട്രീയുടെ റൂട്ട്സ് ആണ്, അല്ലേ? അതിൻ്റെ വേരുകളാണ്. അപ്പോൾ ആ മരം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള മണ്ണ് മുഴുവൻ മഴ വരുമ്പോൾ ഒലിച്ചു പോകും. അതർ പ്ലാന്റ്സ് ആർ ഗ്രോ ഓൺ ദ ട്രീ മേ ഡൈ. ആ ട്രീയുടെ മുകളിൽ ഗ്രോ ചെയ്യും പ്ലാന്റ്സ് ഉണ്ട്, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ ഇത്തിൽക്കണ്ണി പോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവയൊക്കെ ഇല്ലാതാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസൻ്റെ ലേറ്റസ്റ്റ് എസ്എസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക്